സ്വാമി ശരണം ഹേമാംഗ സുന്ദര ശരണം. എന്റെ പൊന്നു മക്കളെ, അറിയാമല്ലോ, സന്യാസി എന്നാൽ സർവസംഘ പരിത്യാഗിയാണ്. മനസ്സിലായില്ല? മൊത്തത്തില് ആരാന്തൊന്നും മനസ്സിലായിരുന്നില്ല. ആരാന്താന്ന് മനസ്സിലായില്ല. ഇല്ല, ഈ വേഷവും ഭാവവും സെറ്റപ്പും കണ്ട് മനസ്സിലായില്ല. അങ്ങനെ പേര് നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിന്റെ തൊണ്ടേക്കറി കുരുങ്ങി. തുടക്കം പതറിപ്പോയി. പേര് സ്വാമി അങ്ങനെ പേര് സ്വാമി ശ്രീ ശ്രീ 1008 മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഈ പേരിടുന്നവർക്ക് എന്തെങ്കിലും ഒരു പേരിട്ടാ മതി. വിളിക്കുന്നവന്റെ ബുദ്ധിമുട്ട് ആരറിയുന്നു? സ്വാമി എവിടെ നിന്നാണ്? ഞാൻ ഗുജറാത്തിൽ നിന്നാണ്. ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. ഇതിന് പോസ്റ്റർ അച്ചടിച്ചത് എവിടുന്നായിരുന്നു? ഈ മരണശേഷമാണ് പോസ്റ്റർ അച്ചടിച്ചത്? ആ മരണശേഷം തന്നെയാണ് പോസ്റ്റർ. മരണമല്ല, സമാധിയായി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഭയവും ടെൻഷനും നമ്മളെ മനസ്സിൽ എപ്പോ കയറിയാലും നമ്മൾ അപകടത്തിലാവും. അനുജന് പറഞ്ഞിട്ടുണ്ടോ, അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറെ തെളിയിച്ചു തരണം. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രം വിളിച്ചു പറയരുത്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയക്കരുത്. നിയമപരമായി സത്യം തെളിയിക്കണമെങ്കിൽ ടി.വി നിന്റെ അടുത്ത് മറിച്ചും തിരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചാൽ നീ എങ്ങനെ പറയും? തിരിച്ചും മറിച്ചും ഉത്തരം പറയും. എന്താണ് അമ്മയ്ക്ക് പറ്റൂല. സമാധി. എന്റെ പൊന്നു തള്ളയെ പറയണമെന്ന് കേക്ക്. സമ്മതിക്കൂല. തെളിവുകൾ ഉണ്ടാക്കാൻ അവർ ആവുന്നത് നോക്കും, പേടിപ്പിച്ചു നോക്കും, സ്നേഹത്തെ സംസാരിച്ചു നോക്കും. പക്ഷെ തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ അവർ വന്ന പോലെ മടങ്ങിപ്പോവും. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം ഈ സമാധി തന്നെ വളരെ ഗംഭീരമാണ്. ഇറ്റ്സ് എ ട്രൂത്ത് പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. തന്നിലേക്ക് ആവാഹിച്ച് അത്ഭുതപ്പെടുത്തുകയാണ്. റിയലി അമേസിംഗ്. നമ്മൾ ഇപ്പം ഈ കാണുന്ന പ്രദേശം നമ്മൾ വിചാരിക്കും ഈ കാട്ടിലാണോ കൊണ്ടുവച്ചത്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. പുറക്കൊഴിച്ച് നിലാവ് നോക്കി നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇത് ചെറിയ വട്ടൊന്നുമല്ല, നല്ല മൂത്തതാ. അങ്ങനെ പേര്? എന്റെ പേര് വാസുദേവാനന്ദപുരി. അളകാപുരി, മിഥിലാപുരി, അമൃതാപുരി, പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. ഇവിടെ ഇപ്പോഴും ഒരു വ്യക്തത കുറവുള്ള ഒരു കാര്യമേ ഉള്ളൂ. അല്ലല്ല, ഒരു കാര്യത്തിൽ മാത്രമേ അജ്ഞത. അങ്ങനെ കേട്ടിട്ടില്ലേ ശ്ലോകം? ഞാൻ പറഞ്ഞുതരാം. യഥാ യഥാ ഹി ധർമ്മസ്യ അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മലീതി. നിങ്ങൾ മന്ത്രം ചൊല്ലണം, അത് റീൽസ് ചെയ്യാണോ? സംഭവിച്ചിരിക്കുന്നത്. ഇതെന്തു പറ്റി? സമാധി നടത്തി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് ഫ്ലെക്സ് ബോർഡ് വെച്ചു. അത് അതിലും വലിയ മണ്ടത്തരം. എടോ കുമാര, താവരെ പറഞ്ഞ് സമാധാനിപ്പിക്കണോ? നമ്മൾ എന്തിനാ അവരെ തന്നെ വാടകയ്ക്കെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്ന് തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിച്ചോളാം. നാളെ ചോദിക്കരുത്, ഞാൻ മറന്നുപോകും. മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ പറഞ്ഞതാണ്, ഈ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അശുദ്ധിയാവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തായാലും എനിക്ക് സന്തോഷമായി. എന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. മരിച്ച വരുൺ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചിരുന്നു എന്ന് ഇവിടെ വന്ന് പറഞ്ഞു. ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല. അത് വളരെ നല്ലതാ എന്നൊക്കെ ആൾക്കാർ പറയുന്നു. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഡോക്ടറെ വിളിച്ചോണ്ടൊന്ന് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ തൊട്ട് അതിനെ കളങ്കപ്പെടുത്തത്തില്ലേ? കറക്റ്റാണല്ലേ? ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അവന്റെ പവർ പോയില്ലേ മോനെ? നിങ്ങൾക്കെല്ലാം അറിയാം. അമ്മത്തമ്പുരട്ടെ കാണോ കൊതിയാവണു. ഇല്ലത്തിൽ ചെറിയൊരു പണി നടക്കുകയാണ്. ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ്. ഇതിൽ ഒരു ദുരോഗതയും ഇല്ല. ഞങ്ങൾക്ക് പോലും എന്റെ അണ്ണൻ മരിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. അതെ, മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എത്തിയില്ലേ, അതോർത്തെങ്കിലും സന്തോഷിച്ചു. ഞാൻ പിന്നെ കല്ലറയൊക്കെ ശരിക്കും നേരത്തെ കെട്ടി ഒക്കെ റെഡിയാക്കും. എനിക്ക് സമാധി ആകണം, ആയേ പറ്റൂ. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഈ ബോഡി ഡെഡ് ബോഡി ആവുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ഈ കൈ കൊണ്ട് എത്ര പ്രാവശ്യം പഴക്കഞ്ഞി കാന്താരി മുളക് ഞെരടി തന്നതാണ്.
ഒരു പ്രാവശ്യം എന്റെ കണ്ണിന് തെച്ചു ദുഷ്ടത്തി വെറുതെ ഇങ്ങനെ കിടക്കണേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഡോക്ടറെ വിളിച്ച് നമ്മൾ അതിനെ സ്ഥിരീകരിക്കണം. ആ ബോഡി എങ്ങനെ ഇരുന്നാലും സമൂഹത്തിന്റെ ഒക്കെ ഒരു പോക്കേ. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നു ഇപ്പൊ എന്തോ ചെയ്തേനെ. ഇത് പറയാൻ കാരണം എൻ്റെ അച്ഛൻ ഇരുന്നാണ് സമാധിയായത്, പക്ഷെ പിടിച്ചു കിടത്തി കളഞ്ഞു. അതിന് സ്വാമി എന്ത് പിഴച്ചു? അയാളുടെ കർമ്മമല്ലേ ചെയ്തുള്ളൂ. അടിപൊളി. ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പിണ്ടം വച്ചതിന് ശേഷമാണ് സന്യാസം സ്വീകരിക്കുന്നത്. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാ എ സന്യാ ബി കഴിഞ്ഞ് വരുന്നതാണ് സന്യാസി. ഒരു സന്യാസിക്ക് അത്തരം സംബോധനകളിലൊന്നും വിശ്വാസമില്ല. സ്വന്തം അച്ഛനെ പോലും മകനെ എന്നെ വിളിക്കും. അതുകൊണ്ട് എനിക്ക് അശുദ്ധിയില്ല, എവിടെ വേണമെങ്കിലും പോവാം. തപസ് ഞാൻ പിടിച്ചു വെച്ചേക്കാണ്. ഡെയിലി തപസ് പിടിച്ചു പിന്നല്ലേ അവർക്കൊരു വീഴ്ച സംഭവിച്ചു. ഒരുപാട് വീഴ്ച വന്നു. അവിടെ സമാധി ഇരുത്തുന്നതിൽ വീഴ്ച വന്നു. ഗുരുവിനെ പോലെ അത്ര എളുപ്പത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ രസങ്ങളും ഉൾക്കൊള്ളാൻ ദയവായി എനിക്ക് അല്പം സമയം തരൂ. ഇനി എല്ലാവർക്കും മടങ്ങാം. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി.